വെൽക്കം ബാക്ക് ടു ലേണിനു. സോ ഇന്ന് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ ഇപ്പോഴത്തെ ഒരു കറൻ്റ്ലി വരുന്ന ടെക്നിക്കൽ എക്സാംസിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ നോക്കി ആ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is correct? അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. നോർമലി ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ ചിലപ്പോൾ ഒരേ സെന്റൻസിൽ തന്നെ ചില വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് ബിറ്റ് കൺഫ്യൂസിങ് ആയിരിക്കും. പക്ഷെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നോക്കാം. Transformer is an electrical device used to transfer electrical energy from one AC circuit to another AC circuit by magnetic coupling. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഇലക്ട്രിക് ഡിവൈസ് എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു ബൈ മാഗ്നറ്റിക് കപ്ലിംഗ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത്, ട്രാൻസ്ഫോമർ is an electrical device used to transfer magnetic energy from one AC circuit to another by magnetic coupling. അപ്പോൾ മാഗ്നറ്റിക് കപ്ലിംഗ് വഴി മാഗ്നറ്റിക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ട്രാൻസ്ഫോമർ ഈസ് എൻ ഇലക്ട്രിക്കൽ ഡിവൈസ് യൂസ് ടു ട്രാൻസ്ഫർ ഇലക്ട്രിക്കൽ എനർജി ഫ്രം വൺ AC സർക്യൂട്ട് ടു അനദർ ബൈ ഇലക്ട്രിക് കപ്ലിംഗ്. ഇലക്ട്രിക് കപ്ലിംഗ് വഴിയാണ് ഇലക്ട്രിക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ട്രാൻസ്ഫോമർ ഈസ് എൻ ഇലക്ട്രിക്കൽ ഡിവൈസ് യൂസ് ടു ട്രാൻസ്ഫർ മാഗ്നറ്റിക് എനർജി ഫ്രം വൺ AC സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് ബൈ മാഗ്നറ്റിക് കപ്ലിംഗ്. സോ സീ ഹിയർ, ഇതിനകത്ത് ഏത് എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, ഏത് കപ്ലിംഗ് ആണെന്നുള്ളത് മാത്രമേ നമുക്ക് അറിയേണ്ടുള്ളൂ. സോ ട്രാൻസ്ഫോമറിൽ ഇലക്ട്രിക് എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക്. ബൈ വിച്ച് കപ്ലിംഗ്? ഇലക്ട്രിക് കപ്ലിംഗ് ആണോ? അല്ല, മാഗ്നറ്റിക് കപ്ലിംഗ് വഴി, അല്ലെ? സോ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരിക? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരിക. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following statement is are correct? Again ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. Transformers can be defined as devices that make use of the principle of mutual induction. ശരിയല്ലേ? ട്രാൻസ്ഫോമേഴ്സിൽ നമുക്ക് ഏത് പ്രിൻസിപ്പിൾ ആണ് വരുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ വരുന്നുണ്ട്, അല്ലെ? പ്രൈമറിയും സെക്കൻഡറി ആയിട്ട്. അപ്പൊ സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Transformers cannot transfer DC energy from primary winding to secondary winding. DC എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. AC എനർജി ആണ് അല്ലേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ DC എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്, പ്രൈമറി ടു സെക്കൻഡറി. സോ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അടുത്തത്, ട്രാൻസ്ഫോമർ എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് 2 coils of insulated conducting material. സോ എസെൻഷ്യലി 2 കോയിൽസ് ഉണ്ടാവും. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അടുത്തത്, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് coils in the primary to the number of turns of coils in the secondary is called the turns ratio. But transformer turns ratio എന്ന് പറയുന്നത് NP by NS ആണ്. That is number of turns in primary by number of turns in the secondary എന്നുള്ളത് തന്നെയാണ്. സോ ഇതിനകത്ത് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ആദ്യം 1 and 2 പറഞ്ഞിട്ടുണ്ട്, 1, 2 and 3 പറഞ്ഞിട്ടുണ്ട്, 2, 3 and 4 പറഞ്ഞിട്ടുണ്ട്, 1, 2, 3, 4. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങളും, ഈ സ്റ്റേറ്റ്മെന്റ്സിൽ തരുന്ന 4 കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ഇത് കൺഫ്യൂസിംഗ് ആവും. ഇപ്പൊ നമുക്ക് 2ഉം 3ഉം 4ഉം കറക്റ്റ് ആണെന്ന് അറിയാം, പക്ഷെ 1 കറക്റ്റ് ആണോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ 1ഉം 2ഉം 3ഉം കറക്റ്റ് ആണെന്ന് അറിയാം, 4 കറക്റ്റ് ആണോ എന്ന് അറിയില്ല. അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടാവും ആൻസർ കണ്ടുപിടിക്കാൻ. സോ ഡീപ്പായിട്ടുള്ള റീഡിങ് ആവശ്യമാണ് ടോപ്പിക്സിലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. Next one, in a transformer, 1000 turns in the primary and 100 turns in the secondary gives a turns ratio of. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അല്ലെ, ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത് NP by NS ആണ് വരിക. അപ്പൊ ഇവിടെ റേഷ്യോ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പൊ പ്രൈമറിയിൽ 1000ഉം സെക്കൻഡറിയിൽ 100ഉം വരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 10:1. ഇതില് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കൂടെ നമുക്ക് തെറ്റരുത്. നമുക്ക് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ primary, number of turns in the primary to number of turns in the secondary ആണ്. സോ അതുകൊണ്ട് 1000 is to 100 എന്നായിരിക്കും വരിക. That is 10:1. Option B is the correct answer. Question number 4, transformers in which the induced secondary voltage is same as that of the source voltage given at the primary. അത് സെക്കൻഡറി വോൾട്ടേജിലുള്ളത് സെയിം ആയിട്ട് നമുക്ക്, അതായത് പ്രൈമറി വോൾട്ടേജിലും സെക്കൻഡറി വോൾട്ടേജിലും ഉള്ളത് വോൾട്ടേജ് സെയിം ആയിട്ട് വരുന്നത് ഏതാണെന്നാണ്. ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി വോൾട്ടേജ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ സോഴ്സ് വോൾട്ടേജ് ഗിവൺ അറ്റ് ദ പ്രൈമറി. ഏതായിരിക്കും? ഓട്ടോ ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആൻഡ് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ.
അപ്പോൾ ഇതിനകത്ത് ഏത് ട്രാൻസ്ഫോമറിലാണ്, അതായത് നമ്മൾ പ്രൈമറിയിൽ കൊടുക്കുന്ന സോഴ്സ് വോൾട്ടേജിന് സെയിം ആയിട്ട് സെക്കൻഡറി വോൾട്ടേജിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് വരിക എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഐസൊലേഷൻ ട്രാൻസ്ഫോമേഴ്സ്. ഐസൊലേഷൻ ട്രാൻസ്ഫോമേഴ്സിലാണ് ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി വോൾട്ടേജ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ സോഴ്സ് വോൾട്ടേജ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ അതിൽ നമ്മൾ 1-to-1 ട്രാൻസ്ഫോമേഴ്സ് അല്ലെങ്കിൽ ഐസൊലേഷൻ ട്രാൻസ്ഫോമേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. Next one, which transformers has flat frequency response over the entire audio range? അപ്പോൾ നമുക്ക് different types of transformers പഠിക്കുമ്പോഴാണ് നമ്മൾ audio frequency transformer, high frequency transformer, very high frequency transformers, auto transformers, അങ്ങനെ കുറേ types ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് 4 ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. അതിൽ ഫ്ലാറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് ഏതിനാണ്? ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സിലാണ് നമുക്ക് ഫ്ലാറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്. സോ ഓപ്ഷൻ എ is the correct answer. Next one, if a transformer has an output of 13 volt when on no load and has an output of 11.8 volt when on its rated resistive load, the regulation of transformer. So voltage regulation കണ്ടുപിടിക്കാനാണ്, പ്രോബ്ലം ആണ്. സോ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടതിന്റെ ഏതെങ്കിലും ഇക്വേഷൻസ് നമ്മൾ ഓർത്തെടുക്കുക. അതിനകത്ത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക, അല്ലെ? ആ മെത്തേഡാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വോൾട്ടേജ് റെഗുലേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ദാറ്റ് ഇസ് നോ ലോഡ് മൈനസ് ഫുൾ ലോഡ് ഡിവൈഡഡ് ബൈ ഫുൾ ലോഡ് എന്നുള്ളതാണ് ഇൻറ്റു 100. എത്രയാണ് പെർസെന്റേജ്? ഇപ്പൊ പെർസെന്റേജിൽ തന്നെയാണ് ഇവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് നോക്കാം നോ ലോഡ് വോൾട്ടേജ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ട്രാൻസ്ഫോമർ ഹാസ് എൻ ഔട്ട്പുട്ട് ഓഫ് 13 വോൾട്ട് വെൻ ഓൺ നോ ലോഡ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഈ 13 വോൾട്ട് ആണ് നമ്മൾ നോ ലോഡിൽ കൊടുക്കേണ്ടത്. അതിനുശേഷം പിന്നെ നമുക്ക് പറയുന്നത് ഹാസ് എൻ ഔട്ട്പുട്ട് ഓഫ് 11.8. സോ ആ 11.8 എന്നുള്ളതാണ് ഫുൾ ലോഡിൽ കൊടുക്കേണ്ടത്. അപ്പൊ 13 മൈനസ് 11.8 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ വരുന്നതും ഫുൾ ലോഡ് തന്നെയാണ്. അപ്പൊ 11.8. അപ്പൊ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ ഇതില് ഈ വരുന്ന വാല്യൂ ഇൻറ്റു 100 നമ്മൾ ചെയ്യുന്ന സമയത്ത് 10 പോയിന്റ് സംതിങ് എന്നുള്ള വാല്യൂ വരും. ഓപ്ഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 15, 10, 20, 25 എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഓപ്ഷൻ ബി നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ തന്നെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ നമുക്ക് ആ ഇക്വേഷൻ നോക്കി കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following statements are true for transformer? ട്രാൻസ്ഫോമേഴ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ്. The primary current lags behind the applied voltage by 90 degree. The secondary voltage lags behind the primary current by 90 degree. The secondary current is 180 degree out of phase with primary current. The secondary voltage is 180 degree out of phase with primary voltage. ഇത് കുറച്ച് കൺഫ്യൂസിങ് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രൈമറി വോൾട്ടേജ്, പ്രൈമറി കറണ്ട്, അതേപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി വോൾട്ടേജ്, സെക്കൻഡറി കറണ്ട്, ഇതിനെ കുറിച്ചൊക്കെ നല്ലൊരു ഐഡിയ, പ്രത്യേകിച്ച് അതിന്റെ ഫേസ് റിലേഷൻഷിപ്സ് അറിഞ്ഞാൽ മാത്രമേ ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റും നമുക്ക് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാതെ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. പ്രൈമറി വോൾട്ടേജ്, പ്രൈമറി കറണ്ട്, ഇതാണ് പ്രൈമറി വോൾട്ടേജ്, പ്രൈമറി കറണ്ട്, അതേപോലെ തന്നെ പ്രൈമറി ബാക്ക് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി വോൾട്ടേജ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ആദ്യം നോക്കാം, പ്രൈമറി കറണ്ട് ലാഗ് ബിഹൈൻഡ് ദ അപ്ലൈഡ് വോൾട്ടേജ്. അപ്പൊ ഇതാണ് പ്രൈമറി കറണ്ട്, അല്ലെ? അപ്പൊ പ്രൈമറി കറണ്ട് നോക്കൂ, ഇവിടെ ഈ പോയിന്റിൽ നമുക്ക് അതിന്റെ പീക്ക് വാല്യൂ വരുമ്പോൾ ഇവിടെ എന്താണ്, സീറോയിലാണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് അതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് പ്രൈമറി കറണ്ട് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അത് സെക്കൻഡറി വോൾട്ടേജ് ലാഗ് ബിഹൈൻഡ് ദ പ്രൈമറി കറണ്ട് ബൈ 90. ഈ സെക്കൻഡറി വോൾട്ടേജ് എവിടെ വരുന്നത്, ഇവിടെയാ വരുന്നത്. അഗൈൻ സെക്കൻഡറി വോൾട്ടേജ് ലാഗ് ചെയ്യുന്നുണ്ട്, പ്രൈമറി കറണ്ടുമായിട്ട് ലാഗ് ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ആദ്യം പ്രൈമറി കറണ്ട് ഏതിനെ, അപ്ലൈഡ് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറയുന്നത് സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറി കറണ്ടിനെ എന്താണ് ലാഗ് ചെയ്തിട്ടാണ് വരുന്നത്. സെക്കൻഡറി വോൾട്ടേജ് ലാഗ് ബിഹൈൻഡ് ദ പ്രൈമറി കറണ്ട് ബൈ 90 ഡിഗ്രി. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി സെക്കൻഡറി കറണ്ട് ഈസ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് പ്രൈമറി കറണ്ട്. പ്രൈമറി കറണ്ട്, സെക്കൻഡറി കറണ്ട് ഇതിൽ കാണിച്ചിട്ടില്ല, പക്ഷെ സെക്കൻഡറി കറണ്ട് നമുക്ക് പ്രൈമറി കറണ്ട് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അതേപോലെ തന്നെ സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ കാണിച്ചിട്ടുള്ളത്, ഈ ഡാർക്ക് ആയിട്ടുള്ള കാണിച്ചു. അപ്പൊ സെക്കൻഡറി വോൾട്ടേജ് ഈസ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് പ്രൈമറി വോൾട്ടേജ്, അല്ലേ? കറക്റ്റ് അല്ലേ? ഇതാണ് നമുക്ക് ആ പ്രൈമറി വോൾട്ടേജ് വരുന്നത്. അതായത് ഈ മുകളിൽ കാണിച്ചിട്ടുള്ളതാണ് പ്രൈമറി വോൾട്ടേജ് വരുന്നത്. അതേസമയം ഇതാണ് നമുക്ക് സെക്കൻഡറി വോൾട്ടേജ് വരുന്നത്. അത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലല്ലേ കാണുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപ്പൊ 1, 2, 3 and 4 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്.
അപ്പൊ ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. Next one, the degree to which any transformer approaches the ideal condition. അത് ട്രാൻസ്ഫോമർ അതിന്റെ ഐഡിയൽ കണ്ടീഷൻ അപ്രോച്ച് ചെയ്യുന്ന അതിന് പറയുന്ന പേര് എന്താന്നുള്ളതാണ്. ട്രാൻസ്ഫോമർ യൂട്ടിലിറ്റി ഫാക്ടർ, ട്രാൻസ്ഫോമർ എഫിഷ്യൻസി, ട്രാൻസ്ഫോമർ പവർ ഫാക്ടർ, ട്രാൻസ്ഫോമർ ലോസസ്. So the degree to which a transformer approaches the ideal condition നമ്മൾ അതിന്റെ എഫിഷ്യൻസി എന്നാണ് പറയുക. അതിനെ നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് അത് പെർസെന്റേജിലാണ്. ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100 എന്നുള്ള പെർസെന്റേജിലാണ് എപ്പോഴും ട്രാൻസ്ഫോമർ എഫിഷ്യൻസി പറയുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, അയൺ ലോസസ് ഇൻ ട്രാൻസ്ഫോമേഴ്സ് ആർ ഡ്യൂ ടു. ട്രാൻസ്ഫോമറിൽ അയൺ ലോസസ് ഉണ്ടാവുന്നത് എന്തൊക്കെ കൊണ്ടാണ്? ഹിസ്റ്റെറിസിസ് ലോസ്, എഡി കറന്റ് ലോസ്, ഫ്ലക്സ് ലീക്കേജ്, ബോത്ത് എ ആൻഡ് ബി. അപ്പൊ ഇതില് ഹിസ്റ്റെറിസിസ് ലോസ് ആണെന്നും എഡി കറന്റ് ലോസ് ആണെന്നും അറിയുന്ന ഒരാള് ഫസ്റ്റ് ഹിസ്റ്റെറിസിസ് ലോസ് കാണുമ്പോൾ ഉടനെ തന്നെ അയൺ ലോസ് എന്ന് പറയുന്ന ഹിസ്റ്റെറിസിസ് ലോസ് വഴിയാണെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ എഴുതി വെക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. പക്ഷെ ഹിസ്റ്റെറിസിസ് ലോസും എഡി കറന്റ് ലോസും കാരണമാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ എയും ബിയും ഇവിടെ കറക്റ്റ് ആണ്. നോക്കൂ, ലാസ്റ്റത്തെ ഓപ്ഷൻ ഡിയില് ബോത്ത് എ ആൻഡ് ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ആൻസർ ചെയ്തത്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ഓപ്ഷൻസ് എല്ലാം റീഡ് ചെയ്തതിനു ശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. And the last question, in transformers I square R losses are called. I square R loss എന്നുള്ളത് ഏത് ലോസിനെയാണ് പറയുന്നത്? കോപ്പർ ലോസ്, കോർ ലോസ്, അയൺ ലോസ് ആൻഡ് സാച്ചുറേഷൻ ലോസ്. അപ്പൊ I squared R ലോസ് എന്ന് പറയുന്നത് കോപ്പർ ലോസസിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കോപ്പർ ലോസസില് പറയുന്ന അതിന്റെ മറ്റൊരു പേരാണ് ഈ I square R ലോസ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ബാക്കിയുള്ളത് കോർ ലോസും അയൺ ലോസും സെയിം തന്നെ. കോർ ലോസ്, അയൺ ലോസ്, സാച്ചുറേഷൻ ലോസസ് ഒക്കെ ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്ന ലോസസ് ആണ്. അതിൽ I square R ലോസ് എന്ന് പറയുന്നത് കോപ്പർ ലോസിനെയാണ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് വരുന്ന പരീക്ഷകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.